ഷാജസ് കറിയ ഈ ADGPക്ക് 2 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ 2 കോടി രൂപ ഒരു ADGP കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യണ്ടേ? അപ്പോൾ അത് സിവിൽ സർവീസിന്റെ പരിശീലനത്തിന്റെ പ്രശ്നമല്ല. അപ്പോൾ ഇവിടെയുള്ള ഇവർക്ക് ഓഫീസേഴ്സിന് കിട്ടുന്ന സുഹൃത്തുക്കൾ രാഷ്ട്രീയക്കാരാണല്ലോ. അപ്പോൾ അവരിങ്ങനെ ആയി പോയതുകൊണ്ടല്ലേ നല്ല പരിശീലനം കിട്ടി വരുന്ന ഉദ്യോഗസ്ഥർ ഇങ്ങനെ ആയി പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ADGPയുടെ ഇൻവോൾവ്മെൻറ്റ് പല പാർട്ടികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നതും, അതായത് ഒരു മുതിർന്ന പോലീസ് ഓഫീസറിൻ്റെ റെക്കോർഡ് ചെയ്ത് ലീക്ക് ചെയ്യുക എന്ന് പറയുന്നതും, ശരിക്കും അത് റെക്കോർഡ് ചെയ്ത് ലീക്ക് ചെയ്യാൻ തന്നെ പാടുണ്ടോ എന്നുള്ളത് പലർക്കും അറിയാത്തൊരു ഇതാണ്. അത്തരത്തിലൊക്കെ അതം പതിക്കാൻ മാത്രം, അതായത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ച് ആ റെക്കോർഡ് ലീക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ADGP ഇങ്ങനെ ചെയ്യുന്നു, അത്രയും അതം പതിക്കാൻ മാത്രം എന്താണ് പോലീസ് വകുപ്പിൽ സംഭവിക്കുന്നത്? കാരണം ഈ ആത്മകഥയിൽ സാർ എഴുതിയിട്ടുണ്ട്, ഒരു ഓർഡർലിയെ കുറിച്ച് പറയുന്നുണ്ട്. 4 മണിക്ക് ഈ ഓർഡർലി വന്ന് നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിക്കും, എന്നിട്ടൊരു ചായ തരും. ആ ചായ തരുന്നത് നല്ലൊരു കാര്യമാണ്, പക്ഷെ അത് കഴിഞ്ഞ് മൊത്തം ഒരു ഇംപ്രഷൻ വരുന്നത് നമ്മളെ സെർവ് ചെയ്യപ്പെടാനായിട്ട് ഉള്ള ഒരാളുകൾ എന്നുള്ളൊരു ബോധം നമ്മളിൽ വരുത്തുന്ന പോലെയാണ്. അതായത് ഒരു ലിഫ്റ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് അമർത്താൻ പോലും വേറൊരാൾ വേണം എന്നുള്ളൊരു രീതിയിലേക്ക് IAS IPS ഓഫീസേഴ്സ് മാറുന്നു എന്ന് പറയുന്നുണ്ട്. ഒരിടത്ത് അങ്ങനെ പറയുമ്പോൾ തന്നെ സാർ മറ്റൊരിടത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിട്ടുന്ന ട്രെയിനിങ് ഹൈദരാബാദിലും മുസൂറിയിലൊക്കെ കിട്ടുന്ന ട്രെയിനിങ് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രെയിനിങ് ആണ്. അതായത് നിങ്ങളാണ് ഈ നാടിനെ നന്നാക്കാൻ പോകുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ വന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പം അവർ വരുന്ന റിയാലിറ്റി വേറെയാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സമ്മർദ്ദം മൂലമാണോ ഈ പോലീസ് വകുപ്പ് ഇങ്ങനെ വരുന്നത്? അതായത് അവർക്ക് ആ ട്രെയിനിങ് ഇതിൽ കിട്ടുന്നത് ഒരു തിയറി മാത്രമാണ്. പക്ഷെ തിയറി ഇൻ ദ സെൻസ് പ്രാക്ടിക്കലിലേക്ക് വരുമ്പം ഇതൊന്നും അല്ല എന്നുള്ളത്. പലരും രാജിവെച്ച് പോയ കഥ പറയുന്നുണ്ട്. ഒരു IAS ഉദ്യോഗസ്ഥൻ രാജിവെച്ചിട്ട് സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ ഒരു മിസ്മാച്ച് വരുന്നത് എന്നുള്ളത് ഒന്ന് ക്ലിയർ ആയിട്ട് പറയാമോ? പലർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നിരുന്നാലും അതിൻ്റെ ഉള്ളിലൊരു ഉണ്ടായിരുന്ന വ്യക്തി എന്ന നിലയിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ? ആദ്യം നമുക്ക് തുടങ്ങാവുന്നത്, ഇപ്പോൾ കേരളത്തിൽ ഒരു ADGP ലോ ആൻഡ് ഓർഡർ ആയിരിക്കുന്ന ആൾക്കെതിരെ നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ ഒരു MLA അവരുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ കൊടുത്ത ഒരു പരാതിയിലെ വിഷയങ്ങൾ നമുക്ക് നോക്കാം. അദ്ദേഹം ശ്രീ CPM-ന്റെ പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത ഒരു പരാതി വെളിയിൽ വന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഈ ADGP എന്ന് പറയുന്നത് പോലീസിനകത്ത് മുഴുവൻ ക്രിമിനലുകളാണ് എന്നുള്ളതിൻ്റെ ഒരു വാക്കാണ്, ഈ ക്രിമിനലുകൾ. അപ്പോൾ അതിലാണ് മലപ്പുറം ജില്ലയിലെ പോലീസുകാർ ക്രിമിനലുകളാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. കുറേയധികം സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. ആ സ്വർണ്ണക്കള്ളക്കടത്ത് വളരെ പുള്ളി പറയുകയാണ്, സ്വർണം കടത്തി പുറത്തേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചു കഴിഞ്ഞാൽ അതിനെ പോലീസ് പിടിക്കുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമല്ലേ? അപ്പോൾ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് എത്തിച്ച് ഈ ഇവിടെ നിന്ന് കസ്റ്റംസിനെയും കണ്ടും പെട്ടിച്ച് പുറത്ത് വരെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പോലീസിന് എന്താണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്? പോലീസ് പുറകെ നടക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഈ സ്വർണം ഈ പോലീസ് പങ്കിട്ടെടുക്കുന്നു. അതുകൊണ്ടാണ് പോലീസ് മോഷണമാണല്ലോ, പിടിച്ചുപറിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പോലീസ് ക്രിമിനലാണ് എന്നാണ് പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രിമിനൽ നടപടിയാണ്. മുഖ്യമന്ത്രി തന്നെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു, മലപ്പുറത്ത് ഏറ്റവും അധികം 148 കിലോ ഇത് കിട്ടിയതിൽ 125 മറ്റോ കിലോ മലപ്പുറത്തു നിന്നാണ് പിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ 2000 മുതൽ 2023 വരെ എന്ന ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയധികം സ്വർണം അവിടെ പിടിക്കുന്നുണ്ട്. ആ ജില്ലയിലെ പോലീസ് ക്രിമിനലുകളായിട്ടാണോ അതോ ആ പോലീസ് കടത്തിന്റെ കൂടെ തന്നെ പല അക്രമങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടല്ലോ. കാരണം ഈ ക്രൈം പ്രിവെന്റ് ചെയ്യുക എന്നുള്ളൊരു പണിയും പോലീസിനുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണക്കടത്തുകാർ തമ്മിൽ കുടിപ്പകകളും അതും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും അത് തമ്മിൽ തല്ലുണ്ടാകുന്നത് അതൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അത് വേറൊരുത്തം വന്ന് ഇവനെ അടിച്ചിട്ടിട്ട് മറ്റേ കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പണി പോലീസ് ചെയ്യുമ്പോൾ ആ പോലീസിന് പണി ചെയ്യുകയാണോ അതോ അവർ ക്രിമിനലാണോ? 2 വശമുണ്ട്. ഇനി ആ MLA-യുടെ തന്നെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു വിഷയമാണ്, ഇവിടെ ഒരു യൂട്യൂബർ എന്ന് പറയുന്നത് ഷാജൻസ് കറിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അദ്ദേഹത്തിനെതിരെ 14 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു കുറ്റം ചുമത്തി ഞാൻ വക്കീലിനെയൊക്കെ വെച്ച് വളരെ നന്നായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു FIR ഇട്ടതിന് ശേഷം ഷാജസ് കറിയ ഈ ADGPക്ക് 2 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്.
അതിൽ 1 കോടി രൂപ ഇംഗ്ലണ്ടിലോ മറ്റോ ഉള്ള ഒരു സുഹൃത്തിന് കൊടുത്തു, ബാക്കി 1 കോടി രൂപ ഇവിടെ കൊടുത്തു എന്ന് ഈ റിട്ടേൺ പരാതിയിൽ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ 2 കോടി രൂപ ഒരു ADGP കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യണമല്ലോ. ആ റിട്ടേൺ പരാതിയിൽ ഇപ്പം പബ്ലിക് ഡൊമൈനിൽ എല്ലായിടത്തും കറങ്ങി നടക്കുന്ന ഒരു പരാതിയിൽ ഒരു MLA, സാധാരണ വ്യക്തിയല്ല, ഒരു MLA നിയമസഭയിൽ പല കമ്മിറ്റികളിലും അംഗമായിരിക്കുകയും നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും നിയമം നിർമ്മിക്കണോ വേണ്ടയോ, നിയമം മാറ്റണോ എന്നൊക്കെ തീരുമാനമെടുക്കുന്ന അത്ര ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ സമ്മേളന നേതാവിന് എഴുതി കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത് 2 കോടി രൂപ ഒരു കേസ് തേച്ച് മാച്ച് കളയാൻ വേണ്ടിയിട്ട് കൈക്കൂലി കൊടുത്തിരിക്കുന്നു ഇവിടുത്തെ പോലീസിൻ്റെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGPക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സോളാർ എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി അന്നത്തെ രാഷ്ട്രീയക്കാരുടെയൊക്കെ കൂടെ പോവുകയും ആ രാഷ്ട്രീയക്കാർ ഇവരെ മോശമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിലൊരു കമ്മീഷൻ, അതിനുശേഷം പോലീസ് കേസ് ചെയ്തു. അതിൽ ഇപ്പോൾ ആലപ്പുഴ MP ആയിരിക്കുന്നത്, പേരെടുത്ത് പറഞ്ഞിരിക്കുന്നതാണ്, ആലപ്പുഴ MP ആയിരിക്കുന്ന ആളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ് അതിനകത്ത് എഴുതി പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേസെടുക്കണമല്ലോ. ഇപ്പോൾ ഒരു MLA തന്നെ എഴുതി കൊടുത്തിരിക്കുന്ന പരാതിയിൽ പോലീസിൻ്റെ അകത്ത് ക്രിമിനൽ നടപടികൾ നടക്കുന്നുണ്ട്, അഴിമതി നടക്കുന്നുണ്ട് എന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ്. അത് അന്വേഷിക്കാൻ ഉത്തരവിടുന്നവരാണ് മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രി ഇന്നുവരെ അന്വേഷിക്കാൻ ഉത്തരവിട്ടോ? ഈ അഴിമതി 2 കോടി രൂപ കൈക്കൂലി കൊടുത്തു, അതുപോലെ ആലപ്പുഴ MPക്കെതിരെയുള്ള ആ ഒരു FIR ഇട്ടത് അത് കഴിഞ്ഞ് മൊഴി മാറ്റി പറയിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടന്നു, അതും ഈ പോലീസിലെ ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ പിന്നിൽ കളിച്ചതെന്നൊക്കെ എഴുതി റിട്ടേണായിട്ട് കൊടുത്തിരിക്കുന്ന പരാതിയാണ്. അപ്പോൾ കേസെടുക്കണ്ടേ? അങ്ങനെ കേസെടുക്കാത്തത് എൻ്റെ ഉത്തരവാദി ആരാണ്? ചീഫ് മിനിസ്റ്റർ. അപ്പോൾ പോലീസിൽ ക്രിമിനലുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു MLAയുടെ പരാതി നമ്മൾ വായിച്ചു പോകുമ്പോഴത്തേനും ക്രിമിനലുകളുണ്ട് എന്ന് MLA ആണല്ലോ പറയുന്നത്, ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ MLA പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി അത് അന്വേഷിച്ച ശേഷം, എന്നിട്ട് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്, അന്വേഷിച്ച ശേഷം പറയണം, അന്വേഷിക്കാതെ അല്ല, അന്വേഷിച്ച ശേഷം പറയണം ഞങ്ങളിത് വളരെ കാര്യമായിട്ട് കർശനമായിട്ട് വിശദമായിട്ട് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതാണ്, പോലീസിൽ ക്രിമിനലുകളൊന്നും ഇല്ല, ഈ MLA പറഞ്ഞത് കള്ളമാണ്, ഇല്ലെങ്കിൽ MLA പറഞ്ഞതിൽ ഇന്ന കാര്യങ്ങൾ വാസ്തവമുണ്ട്, അതിനെതിരെ ഞങ്ങൾ ഇന്ന നടപടി എടുക്കുന്നു. അത് പറയേണ്ട ഉത്തരവാദി ആരാണ്? ഇവിടുത്തെ പോലീസ് മന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അത് പറയാത്തിടത്തോളം കാലം നമുക്ക് അനുമാനിക്കേണ്ടി വരും. MLA പറഞ്ഞത് സത്യമാണെന്നല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം MLA എഴുതി കൊടുത്തിരിക്കുന്നതല്ലേ. MLA ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയും കൂടെയാണ്, ചുമ്മാ ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഉത്തരവാദിത്തം ഇല്ലാതെ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ പോലീസിൻ്റെ ഒരവസ്ഥ. ഇനി ഈ പരിശീലനം നൽകുന്നത്, പോലീസ് അക്കാഡമിയിൽ പരിശീലനം എല്ലാവർക്കും ഒരേപോലെയാണ്, നല്ല പരിശീലനമാണ്, ലോകത്തിലെ ഏറ്റവും നല്ല പരിശീലനമാണ്. IAS-കാർക്ക് മസൂറി അക്കാഡമിയിലും പോലീസുകാർക്ക് മസൂറിയിലും ഹൈദരാബാദിലും ഒക്കെ കിട്ടുന്ന പരിശീലനം. അതിൽ പ്രാക്ടിക്കലായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഫീൽഡിൽ വന്ന് പ്രാവീണ്യം നേടാനുള്ള ഒരു ഭാഗവും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ഓർഡർലി എന്നൊക്കെ പറയുന്നത് അത് ആർമിയിൽ നിന്നോ അല്ലെ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിന്നോ കിട്ടിയ ആ ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾക്ക് കാരണം ഓഫീസർക്ക് ഒന്നിനും സമയമില്ല, അപ്പോൾ ഓഫീസറുടെ ജോലിയുടെ കാര്യങ്ങൾ മാത്രം തലയിൽ കൂടെ പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങൾ ഇപ്പം യൂണിഫോമിന് ബട്ടൺസ് ഉണ്ടോ അല്ലെങ്കിൽ ഷൂ പോളിഷ് ആയിട്ടുണ്ടോ അതൊക്കെ നോക്കാൻ വേറെ ആളുകൾ ഡെലിഗേറ്റ് ചെയ്യാന്ന് മാനേജ്മെന്റിൽ നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ. കോർ കാര്യങ്ങൾ അയാൾ നോക്കുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള മോഡേൺ മാനേജ്മെന്റിലെ ഒരു തത്വമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കാം. പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സിസ്റ്റം ആണെങ്കിലും അവർ അന്നത്തെ അതിനൊരു പോസിറ്റീവ് കാര്യം അതിൻ്റെ അകത്തുണ്ട്. അതൊരു ദാസ്യപ്പണിയായിട്ട് നമ്മൾ കാണാൻ പാടില്ല. ഡെലിഗേറ്റഡ് വർക്ക് അത് അവർക്ക് പോയിട്ട് ലോ ആൻഡ് ഓർഡറിൽ തീരുമാനം എടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഈ ഓഫീസറുടെ തലക്കടെ ഓടേണ്ട കാര്യമാണ്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷന്റെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എവിടെ ഇനി എന്ത് തെളിവാണ് വേണ്ടത്, എങ്ങനെ വേണമെന്നുള്ളത് തലക്കടെ കറങ്ങേണ്ടത് ഈ ഓഫീസറുടെ പണിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ യൂണിഫോം, കാരണം പോലീസിലാകുമ്പോൾ യൂണിഫോം ഒക്കെ എപ്പോഴും തേച്ചിരിക്കണം, നല്ല ടേൺ ഔട്ട് ആയിരിക്കണം എന്നൊക്കെ ഉള്ളത് ഒരു രീതിയാണ്. അപ്പം അതിൻ്റെ അകത്ത് ഇവിടെ വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ കറക്റ്റാണോ, ഈ 1 സ്റ്റാറിന് വരെ 2 സ്റ്റാർ വെച്ചിട്ടുണ്ടോ, അതെല്ലാം നോക്കേണ്ടതിന് അതൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് തെറ്റൊന്നുമില്ല. പക്ഷേ അത് നിയമാനുസൃതമായിട്ടുള്ള ആളുകളെ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അല്ലാതെ കൂടുതൽ ആളുകളെ വെക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ചിലരുടെയൊക്കെ അടുത്ത് 10 പേരൊക്കെ വെച്ച് ദുരുപയോഗം ചെയ്യുന്നതൊക്കെ, അതൊക്കെ നടപടി എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ നമുക്ക്
പോലീസിന് സെർവ് ചെയ്യാൻ ആൾക്കാർ ഉണ്ട് എന്നുള്ളത് കറക്റ്റാണ്. അപ്പം എല്ലാവരും ആരെയെങ്കിലും സെർവ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ജോൺ മിൽട്ടൻ്റെ ദോസ് ഹു സ്റ്റാൻഡ് ഓൾസോ സെർവ് എന്ന് പറയുന്നത് പോലെ വെറുതെ നിൽക്കുന്ന ഒരു സെൻട്രി ആണെങ്കിലും സെർവ് ചെയ്യുന്നില്ലേ? സെർവ് ചെയ്യുന്നുണ്ട്. ഈ ഓൾസോ സെർവ് ചെയ്യുക എന്നുള്ളത് പബ്ലിക് സർവീസിൽ വരുന്ന എല്ലാവരുടെയും ഒരു പണിയാണത്. ആരെ സെർവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാം അൾട്ടിമേറ്റ്ലി പബ്ലിക്കിനെയാണ് സെർവ് ചെയ്യുന്നത്, എല്ലാവരും അൾട്ടിമേറ്റ്ലിയാണ്. അപ്പോൾ അതിലൊരു മാനേജ്മെന്റ് ഡെലിഗേഷൻ ഓരോരുത്തർ അവരുടേതായ ചില റോളുകൾ ചെയ്യുന്നുണ്ടാകാം, പക്ഷേ അൾട്ടിമേറ്റ്ലി ഓൾ ടുഗദർ പബ്ലിക്കിനെ സെർവ് ചെയ്യുന്നു. പക്ഷെ പബ്ലിക്കിനെ സെർവ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ ഇടയ്ക്ക് ഇപ്പോൾ കൂടി വന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തിന്റെ ഒരു പ്രശ്നം. അപ്പോൾ അത് സിവിൽ സർവീസിന്റെ പരിശീലനത്തിന്റെ പ്രശ്നമല്ല. അത് പിന്നീട് ഇവിടെ വന്നപ്പോഴത്തേനും ഒരു മനുഷ്യനെ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്തേണ്ടത് അത് ആരുടെ കൂടെ, പുള്ളിയുടെ 3-4 സുഹൃത്തുക്കൾ ആരാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ വിലയിരുത്താൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള ഇവർക്ക് ഓഫീസേഴ്സിന് കിട്ടുന്ന സുഹൃത്തുക്കൾ രാഷ്ട്രീയക്കാരാണല്ലോ, കാരണം അവരുടെ കൂടെയാണല്ലോ ജീവിക്കേണ്ടത്. അപ്പോൾ അവരിങ്ങനെ ആയിപ്പോയതുകൊണ്ടല്ലേ നല്ല പരിശീലനം കിട്ടി വരുന്ന ഉദ്യോഗസ്ഥർ ഇങ്ങനെ ആയി പോകുന്നത് എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.